ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നോഫിയസ് വേൾഡ്. അപ്പോൾ കുറേ നാളുകളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ എംബ്രോയ്ഡറിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്, അപ്പോൾ അത് വെച്ചുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽ ഇതാണ്. ത്രെഡ് എടുത്തിട്ടുണ്ട്, 2 മോഡലുണ്ട് കേട്ടോ. കുറഞ്ഞ ടൈപ്പും ഉണ്ട്, കൂടിയത് ആങ്കറാണ്, പിന്നെ ഫ്രെയിം, ക്ലോത്ത്, കേസ്മെൻറ്റ് മെറ്റീരിയലാണ് എടുത്തേക്കണം. നമ്മൾ ടോട്ട് ബാഗൊക്കെ തയ്ക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രെയിം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹുക്കുള്ളത് മുകളിലും അല്ലാത്തത് അടിയിലുമായിട്ട് വരണം, പ്ലെയിൻ ഫ്രെയിം. അപ്പോൾ ഇതാ പ്ലെയിൻ ഫ്രെയിം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ഹുക്കുള്ളത് വെച്ച് ഹുക്ക് നന്നായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം തുണിയിൽ ടൈറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ നോക്കുമ്പോൾ ലൂസായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. നന്നായിട്ട് അതിന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ, എങ്കിലേ നമ്മൾ സ്റ്റിച്ച് നല്ല ഭംഗിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നീഡിൽ ബോക്സ് ഉണ്ട്, ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിയ സൂചി തന്നെ എടുക്കാം. റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് വലിയ സൂചി തന്നെ എടുക്കാം. പിന്നെ നൂല് ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ക്ലോത്തിലൊക്കെ ചെയ്യാം, ക്വാളിറ്റി കൂടിയ നൂലാണ് ആങ്കർ ത്രെഡ്. അപ്പോൾ ആങ്കർ ത്രെഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പഠിക്കാനായിട്ടല്ല, ഡ്രസ്സിൽ ചെയ്യുമ്പോൾ എപ്പോഴും ആങ്കർ ത്രെഡ് യൂസ് ചെയ്യാം. പിന്നെ ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഉടുപ്പൊക്കെ തുന്നൂലേ, ആ ഒരു രീതിയാണ്. കീറിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം തുന്നുന്നത് പോലെ, പക്ഷേ അങ്ങനെയല്ല, കാണാൻ കുറച്ച് ഭംഗിയുള്ള രീതിയിൽ തുന്നാം, ഒരേ അളവിൽ. ഇപ്പോൾ തുണി കുറവും നൂല് കൂടുതലും കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒരേ ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതുക്കെ ഇതുപോലെ നമ്മൾ സൂചിയിൽ വെക്കുമ്പോൾ കാണാം ഒരേ ലെവലാണോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കാണുന്ന രീതിയുണ്ട്, ഇതുപോലെ നമുക്ക് ഈ സ്ക്വയർ മൊത്തം നമുക്കിതുപോലെ തുന്നിയിട്ടെടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ്മെൻറ്റ് മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ കടകളിൽ പോയി അന്വേഷിച്ചാൽ കിട്ടും. അത് നമുക്ക് ബാഗൊക്കെ തയ്ക്കാം, ടോട്ട് ബാഗ്, അങ്ങനെയുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്കിതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ചെറിയൊരു ബാഗ് തയ്ക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഫ്രെയിം ചെയ്ത് വെക്കാനായിട്ടായാലും ഒക്കെ, ഇപ്പോൾ ഹൂപ്പ് ആർട്ട് അതൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനും എളുപ്പമാണ്. പല ഷെയ്ഡിൽ ഇത് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. അതുപോലെ ത്രെഡും അതെ, നമുക്ക് പഠിക്കാനാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ 3 രൂപയുടെ നൂലൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് പഠിക്കാൻ അതൊക്കെ ആയിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഡ്രസ്സിലേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആങ്കർ ത്രെഡ് യൂസ് ചെയ്യുക, കാരണം കുറച്ചുകൂടി ക്വാളിറ്റിയും നല്ലൊരു ഫിനിഷിങ്ങാണ് ആ വർക്കും. പിന്നെ കളറൊന്നും പോകില്ല, പൊന്തി പോകില്ല. ആങ്കർ ത്രെഡിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ പേൾ കോട്ടൺ ത്രെഡ് കിട്ടും, ക്രോഷിയോ ഒക്കെ ചെയ്യുന്നൊരു നൂലാണ്. ആ നൂല് കൊണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. കുറച്ചുകൂടി ഗ്ലേസിങ്ങുള്ള നൂലാണ് പേൾ കോട്ടൺ ത്രെഡ്. അപ്പോൾ അതുകൊണ്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയർ ഇപ്പം ഞാനിതിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല അസലായിട്ട് ചെയ്തെടുക്കാം. പിന്നെ കെട്ടിടുന്നത് ലാസ്റ്റ് നമുക്ക് നോട്ടിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി നൂലിട്ട് സൂചിയിട്ടിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. കണ്ട, ഇതുപോലെ കെട്ടിട്ടെടുത്താൽ പിന്നെ ഇത് അഴിഞ്ഞു പോകില്ല. ഇനി അടിയിൽ വന്ന വേസ്റ്റ് നൂലൊക്കെ നമുക്ക് പതുക്കെ വെട്ടിക്കളയാം, അല്ലെങ്കിൽ അത് ഒടുക്കി വലിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയും നല്ല ഫിനിഷ് ആയിട്ടുണ്ട്, മുകളിലും നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് ഫ്രെയിമൊക്കെ വാങ്ങിക്കാൻ കിട്ടും, വളരെ വില കുറവാണ് കേട്ടോ ഇത് ഈ സാധനങ്ങളൊക്കെ. പിന്നെ കോട്ടൺ തുണിയിലൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഇതൊന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണേ.